ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രത്തിലെ വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ അനിയൻകുട്ടന് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് വിക്രവും വേദയും. അങ്ങനെ വേദയുടെ അച്ഛൻ ജസ്റ്റിസ് ശങ്കരനാരായണനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുണിൻ്റെയും പുളിക്കൻ്റെയും പുളിക്കൻ്റെയും കൊലപാതകത്തിന് പിന്നിലെ രഹസ്യങ്ങളൊക്കെ വേദ അച്ഛനോട് പറയുന്നുണ്ട്. അനിയൻകുട്ടനാണ് ആ നൈ വീക്ക്നെസ്. പുളിക്കനെ കൊന്ന് നേരിട്ട് കണ്ടതാണ് അനിയൻകുട്ടൻ എന്നൊക്കെയുള്ള കാര്യം അച്ഛനോട് പറയുന്നുണ്ട്. ശരി, നിങ്ങൾ അവനെ ശ്രദ്ധിച്ചോണം, ഞാൻ വന്ന് അവൻ്റെ മൊഴിയെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റിസ് സാറിന് സംശയമുണ്ട് ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുണിൻ്റെയും പുളിക്കൻ്റെയും കൊലപാതകത്തിന് പിന്നിൽ നീ ഉണ്ടെങ്കിൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ലെന്ന് നേരത്തെ ഒരു വാർണിംഗ് തന്നെ അച്ഛൻ മകന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേദയിൽ നിന്നും കൂടി സത്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് നല്ല സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ശ്രീകാന്തിനെ കുറിച്ച്. അതിനുശേഷം സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹത്തിന് മുൻകൈ എടുത്തതും വിക്രവും വേദയായിരുന്നു. അതിനുശേഷം എല്ലാവരും സന്തോഷിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ട് വരികയായിരുന്നു വിവാഹം അടിച്ചു പൊളിക്കാനായിട്ട്. സേതുവും വന്നിട്ടുണ്ട് സന്തോഷിൻ്റെ വിവാഹം ആഘോഷിക്കാനായിട്ട്. അങ്ങനെ വിക്രവും വേദയും അനിയൻകുട്ടനും സേതുവും എല്ലാവരും കൂടി ചേർന്ന് ശ്രീലക്ഷ്മിയുടെ സന്തോഷിൻ്റെ വിവാഹം അടിച്ചു പൊളിക്കാൻ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല ആഘോഷമൊക്കെ നല്ല അടിച്ചു പൊളിക്കുകയാണ്. അങ്ങനെ ഗീവർഗീസേട്ടനും മേരി ചേച്ചിയും അച്ഛനും ഒക്കെ ഉണ്ട്, ഗബ്രിയേൽ അച്ഛനും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം അനിയൻകുട്ടൻ മരുന്ന് കഴിച്ചാൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. എങ്കിൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും. ചേട്ടാ, ആ വണ്ടിയുടെ താക്കോൽ ഇങ്ങോട്ട് തരുമെന്ന് ചോദിക്കും ഗീവർഗീസ്. അതിനെന്താ തരാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വിക്രവും വേദയും കൂടി അനിയൻകുട്ടനെയും കൂട്ടി അങ്ങ് നേരെ അവരുടെ വീട്ടിലോട്ട് വരികയായിരുന്നു. ശ്രീലക്ഷ്മിയുടെ സന്തോഷത്തിൻ്റെ അടുത്തൊക്കെ യാത്ര പറയുന്നുണ്ട്. ഞങ്ങൾ കാരണം ഒരു തവണ നിങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോയാണ്. ഞങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിവാഹം വീണ്ടും നടത്തിത്തരാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട്. ചിലപ്പോൾ അതിനും കൂടി വേണ്ടി ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീലക്ഷ്മിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ നാളെ തന്നെ ഇവിടുന്ന് പോകുന്നതെന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് മേരി ചേച്ചിയും പറയും. ഞങ്ങളിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ടാണ് നാളെ പോകുന്നത്. പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും തിരികെ മടങ്ങി വരുമെന്നൊക്കെ അവരെ പറയും. എല്ലാവർക്കും നല്ല സങ്കടമാണ് വിക്രത്തെയും വേദയും പിരിയാനായിട്ട്. വേദ വന്നതിന് ശേഷമാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതും അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കാനും ഒക്കെ. മുമ്പ് ജോബിയായിരുന്നു ആ ശമ്പളം എല്ലാം പിടിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ വേദയും വിക്രവും ആ നാട്ടിൽ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ അനിയൻകുട്ടനെയും കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം അനിയൻകുട്ടനെ റൂമിൽ കിടത്തി ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം വിക്രവും വേദയും കൂടി പുറത്ത് സംസാരിക്കുന്നുണ്ട്. അവരവരുടേതായ നല്ല കുറച്ച് നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ ഈ സമയത്ത് മാറി നിന്ന് വളരെ നന്നായി വിക്രം, അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യാത്ത തെറ്റിൻ്റെ പേര് വിക്രം ജയിലിലായിരുന്നു. എനിക്കിപ്പോഴും ഉറപ്പാണ്, പുളിക്കിൻ്റെയും അരുണിൻ്റെയും കൊലപാതകത്തിന് പിന്നെ ശ്രീയേട്ടൻ തന്നെ ആയിരിക്കും. അയാൾക്ക് എൻ്റെ സ്വത്തിനോടാണ് ഏറ്റവും കൂടുതൽ ഭ്രമം. കാരണം മുന്നേ മുത്തശ്ശനെ എഴുതി വെച്ച കമ്പനി ഉടമസ്ഥതയിൽ മേജർ ഷെയർ എൻ്റെ പേരിലാണ്. ഇനി ഒരു കാരണവശാലും അയാൾക്ക് ഞാനിത് കൊടുക്കത്തില്ല. ഇനി എനിക്കും ദീപ്തിക്ക് മാത്രമായിരിക്കും അതിൻ്റെ ഷെയർ എന്നൊക്കെ പറയുന്നുണ്ട്. ദീപ്തിയും വരുണിൻ്റെ വിവാഹത്തിൽ ശക്തമായിട്ട് അയാൾ എതിര് നിന്നതാണ്. ഇപ്പോൾ വാസവനെയും കൂടി അയാൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വിക്രമാണ് വരുണിൻ്റെ കൊലപാതകത്തിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദീപ്തിയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ദീപ്തിക്ക് മാത്രമേ വാസവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ശ്രീയേട്ടനെ എന്ന് പറയും. എനിക്ക് സംശയമുണ്ട് അയാളെ പുളിക്കൻ്റെ മരണം നേരിട്ട് കണ്ട് അനിയൻകുട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ പുളിക്കനെ കൊന്നത് ശ്രീകാന്താണെന്നുള്ളത്. ഇനി നിൻ്റെ അച്ഛൻ വരട്ടെ, അച്ഛൻ വന്ന് മൊഴിയെടുക്കുന്നതിന് ശേഷമായിരിക്കും ബാക്കി അയാളുടെ വിധി എന്തോന്ന് തീരുമാനിക്കട്ടെന്ന് പറയും. ശരി, നമുക്ക് എന്തായാലും നാട്ടിൽ പോവാം, കുറേ നാളായില്ലേ വീട്ടിലെല്ലാവരും കണ്ടിട്ടെന്നൊക്കെ പറയും. അങ്ങനെ അവർ പോകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതിനുശേഷം ആ സമയത്ത് തന്നെയാണ് ജോബിയും ചന്ദ്രശേഖരക്കുറുപ്പും ശ്രീകാന്തും കൂടി അവർ താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് വരുന്നത്. ആ മലമുകളിലുള്ള വീട് കാണുന്നതും ജോബി കൊണ്ടുചെന്ന് കാണിക്കുന്നുണ്ടോ അവിടെയാണ് അവർ താമസിക്കുന്നത് പറയും. ഓ, പേര് കേട്ട ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മകൾ താമസിക്കുന്ന വീടാണോ ഇത്? കൊള്ളാമല്ലോ, മലമുകളിലെ കാനന വീടെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ അവരങ്ങോട്ട് വരികയാണ്. അകത്ത് കയറി നോക്കുമ്പോൾ ഇവിടെ ആൾതാമസമൊന്നുമില്ല, ആരും ഇല്ല ഇവിടെ. നോക്കുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ കിടന്ന് നല്ല ഉറക്കമാണ്. അങ്ങനെ ഇവരെ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ ചാടി എഴുന്നേക്കും. അനിയൻകുട്ടന് പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് മനസ്സിലാവും. കാരണം പുളിക്കനെ കൊല്ലുന്നത് നേരിട്ട് അനിയൻകുട്ടൻ കണ്ടതാണ് ശ്രീകാന്ത് തന്നെയാണ് വന്ന് കാലിൽ തട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് അനിയൻകുട്ടൻ ഭയക്കും. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പേടിക്കും. അപ്പം നിനക്ക് ഓർമ്മയൊക്കെ തിരിച്ച് കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് സംശയം ശ്രീകാന്തിന് തോന്നും. ഉടനെ ഓടി കതവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. ഉടനെ വരത്തില്ല, ഇങ്ങോട്ട് വാടാ, ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒളിച്ച് നിൽക്കണമെങ്കിൽ അവനെ പിടിക്കാൻ പറയും. അങ്ങനെ അവനെ പിടിച്ചെടുക്കും. അങ്ങനെ ശ്രീകാന്ത് അനിയൻകുട്ടനെ ഇങ്ങനെ പിടിച്ച് ബലാകാരനെ പിടിക്കുകയാണ്. ആ സമയത്ത് അനിയൻകുട്ടൻ കണ്ട് നിലവിളിക്കും. ഉടനെ അനിയൻകുട്ടി ശബ്ദം കേട്ടുകൊണ്ട് വിക്രവും വേദയും പറയും. അനിയൻകുട്ടൻ്റെ കരച്ചിലല്ലേ കേൾക്കുന്നു പറഞ്ഞിട്ട് ഓടി അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പതുങ്ങി ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്താ അനിയൻകുട്ട നീ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറയും. അപ്പോഴത്തേക്ക് പേടിച്ച് നിൽക്കും. എന്ത് പറ്റി അനിയൻകുട്ട എന്ന് പറഞ്ഞുകൊണ്ട് വേദയും ചോദിക്കും. പക്ഷേ ഒരു ഭയം മുഖത്ത് കാണും. പക്ഷേ ഇങ്ങനെ ബാക്കിലോട്ടാണ്. അവൻ പേടിച്ച് നിൽക്കുക എന്ന് ചന്ദ്രശേഖരൻ പറയും. നോക്കുമ്പോൾ ചന്ദ്രശേഖരനാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിനെ അങ്ങ് വളയുകയാണ് ജോബിയും ഗുണ്ടകളും ചേർന്ന്. അങ്ങനെ
പിന്നെ വേദയെ പിടിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് അപകടം മനസ്സിലാക്കുമ്പോൾ വിക്രം പറയും, വേദയെ നീ എത്രയും പെട്ടെന്ന് അനിയൻകുട്ടനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയും. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ അവിടെ കിടന്നൊരു കത്തിയെടുത്ത് ചന്ദ്രശേഖരനെ കഴുത്തി പിടിക്കും. അനങ്ങി പോരുതെന്ന് പറയും അവരിവിടുന്ന് പോകുന്നവരെ. അങ്ങനെ എൻ്റെ അച്ഛനും ചെയ്യലേന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ശ്രീകാന്തും ഇങ്ങനെ കുറുക്ക് പിടി, നിന്നെയും നിൻ്റെ അച്ഛനെ ഇപ്പം ഞാൻ ഇവിടെ കൊന്നിടുമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് ഓടി വന്ന് ഇങ്ങനെ പിടിക്കുകയാണ്. ആ സമയത്ത് വിക്രവും വേദയും അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയും. അങ്ങനെ വിക്രവും അനിയൻകുട്ടനും വേദയും അനിയൻകുട്ടനെയും എടുത്തുകൊണ്ട് വേദ ആ തേയിലക്കാട്ടിലൂടെ ഓടുകയാണ്. ഗീവർഗീസേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഓടി ചെല്ലുന്നത്. വിക്രം ചന്ദ്രശേഖരക്കുറിപ്പിനെ ബ്ലോക്ക് ചെയ്തേക്കുന്ന ശ്രീകാന്തിന് ജോബിക്കൊന്നും അവരുടെ പുറകെ പോകാനും പറ്റത്തില്ല. അങ്ങനെ വിക്രം ഗീവേഴ്സിൻ്റെ വീട്ടിലോട്ട് ഓടിച്ച് കഴിയുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം വിക്രമും അവരെ മുറിക്കകത്തിട്ട് പൂട്ടിയതിന് ശേഷം വിക്രം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഇനി അവിടെ നിന്ന് അപകടമാണെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. കാരണം തെളിവില്ലാതാക്കാൻ എന്തായാലും അവർ ശ്രമിക്കും. അനിയൻകുട്ടനെ ഓർമ്മ തിരിച്ചിട്ട കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പുളിക്കൻ്റെയും അരുണിൻ്റെയും കൊലപാതകം നേരി കണ്ട അനിയൻകുട്ടനെ അവരെ കൊല്ലുകയും ചെയ്യും. വിക്രത്തിനെയും കൊല്ലാനും ശ്രമിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.